ഈ ആദിത്യൻ എന്ന മികച്ച സംവിധായകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ? അന്ന് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഈ നെഞ്ചരിച്ചിൽ വരാറുണ്ട്, അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ പല രാത്രികളിലും ചേട്ടൻ എഴുന്നേറ്റ് ഈ നെഞ്ചുവേദന വന്ന ഒരു കുപ്പി ജലൂസിൻ വരെ കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി എഴുന്നേറ്റ് ഛർദ്ദിച്ചിട്ട് ബെഡിൽ നിന്ന് തന്നെ ഛർദ്ദിച്ച് ബാത്റൂമിൽ പോയി വീണ്ടും കിടക്കുമ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം ചേട്ടൻ, ഞാൻ അടുത്തുണ്ടെങ്കിലും ചേട്ടൻ നെഞ്ചുവേദന വന്നതിനെ വിളിച്ചു. അപ്പൊ എനിക്കറിയാം നോർമലി ഇത് സ്വാഭാവികമായി വരുന്ന നെഞ്ചുവേദനയാ. ആ സമയത്ത് ഒരുമിച്ചായിരുന്നു നിങ്ങൾ? അന്നൊരു ചെറിയ പിണക്കത്തിൽ ഞാൻ അടുത്ത റൂമിൽ മാറിക്കിടന്നു പോയി. പിണക്ക് ആദ്യമായിട്ടാണ്. അതില് ചേട്ടൻ എന്നെ ഒന്ന് വിളിച്ചു. ചേട്ടൻ ഇല്ല, ചൂടുവെള്ളം എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. അപ്പം വെള്ളം എടുക്കുന്ന സമയത്ത് മുറിയിന്ന് ഒരു 3 കൃഷ്ണ ഒരു വിളി മാത്രം ഞാൻ കേട്ടോളൂ. ഓടി വന്നു. പെട്ടെന്ന് കൃഷ്ണമണിയൊക്കെ മേളിലിരിക്കുക. ഞാൻ വിചാരിച്ച് BP എങ്ങാണ്ട് ലോ ആയിപ്പോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ ചേട്ടാ എഴുന്നേക്ക്, എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. മോൻ അപ്പോഴത്തേക്ക് ഉണർന്നു. ഞാൻ മോനെ അച്ഛനെ ഒന്ന് പിടിക്ക്, മോന് ഡ്രസ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ എനിക്ക് വെയിറ്റ്. അപ്പൊ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഒന്ന് പിടിക്കെന്ന് പറഞ്ഞു. മോൻ ചേട്ടൻ ഇങ്ങനെ കട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ചേട്ടൻ ചാരി ടീഷർട്ട് ഇട്ട് ചേട്ടൻ മോൻ ഇങ്ങനെ പിടിച്ചോണ്ട് ചേട്ടൻ 2 ഫ്രണ്ട്സ് വന്നു. ഈ ഫ്രണ്ട്സിനെ വിളിച്ചത് എപ്പോഴാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു വലിയ ഇതായിപ്പോയി. ചേട്ടന് വേദന വന്നപ്പോ ചേട്ടാ അടുത്തുള്ള ഭാര്യയെ വിളിച്ചില്ല, ഈ ഫ്രണ്ട്സിനെ വിളിച്ചു. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, സ്വന്തം ഭാര്യ ഇപ്പുറത്ത് കിടന്നിട്ട് ഭാര്യയെ വിളിക്കാതെ ഫ്രണ്ട്സിനെ വിളിക്കണമെങ്കിൽ അത്രമേലുള്ള പിണക്കം എന്തായിരുന്നു രോണു? ഒരു കുടുംബത്തിൽ സ്വാഭാവികമായിട്ടൊരു ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിൽ പ്രശ്നങ്ങൾ വരും, ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തൊരു കുടുംബവും ഇല്ല. ഒരു ഇണക്കവും പിണക്കവും ഒക്കെ സംഭവിക്കാം. പക്ഷേ അത്രയും വേദന വന്നിട്ടും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഭാര്യയെ വിളിക്കാതെ സൗഹൃദങ്ങളെ വിളിക്കണമെങ്കിൽ അത്രമേലൊരു പ്രശ്നം ആയത്തിനുണ്ടായിരുന്നു കാണത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ചേട്ടൻ്റെ മരണശേഷമാണ് അതിന്റെ കാര്യം.